ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വർക്ക് ആൻഡ് ടൈമിൻ്റെ ടൈപ്പ് 5 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു നിർത്തിയത് വർക്ക് ആൻഡ് ടൈമിൻ്റെ ടൈപ്പ് 4 ആയിരുന്നു. സോ നൗ വി ക്യാൻ ഗോ ത്രൂ ടൈപ്പ് 5. നമുക്കതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ, ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് in 12 days, while B and C can complete the same piece of work in 16 days. In how many days A alone can complete the same work? That is a question. എയും ബിയും സിയും ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. ബിയും സിയും അതേ ജോലി 16 ദിവസം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും സിയും കൂടി ഒരു ജോലി ചെയ്യാനെടുക്കുന്ന സമയം 12 ദിവസം, ബിയും സിയും കൂടി അതേ ജോലി ചെയ്യാനെടുക്കുന്ന സമയം 16 ദിവസം. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടായിരിക്കും ഈ ജോലി ചെയ്തു തീർക്കുക എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 12. എയും ബിയും സിയും കൂടി 12 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 16. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 12ൻ്റെയും 16ൻ്റെയും LCM കണ്ടുപിടിക്കണം. 12, 16. So here we are finding the LCM of these two numbers. 2, 6, 8. വീണ്ടും 2, 3, 4. വീണ്ടും 2. 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല 3, അതുകൊണ്ട് തന്നെ 3 അതുപോലെ താഴെ എഴുതി. 4 ഡിവൈഡ് ബൈ 2, 2. വീണ്ടും 2, 3, 1. അടുത്തത് 3, 1, 1. സോ LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 48. അപ്പോൾ 48 നമുക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 48. അപ്പോൾ 48 LCM എന്ന് പറയുന്നത് ടോട്ടൽ പീസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 48 ആണ്. എയും ബിയും സിയും കൂടി ഈ 48 പീസ് ഓഫ് വർക്ക് ചെയ്യാനെടുത്ത സമയം 12 ദിവസമാണ്. 12 ദിവസം കൊണ്ട് അവർ 48 പീസ് ഓഫ് വർക്കാണ് ചെയ്തതെങ്കിൽ ഒരു ദിവസം കൊണ്ട് എയും ബിയും സിയും കൂടി എത്ര വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ അവർ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 4 പീസ് ഓഫ് വർക്ക് ആയിരിക്കും. എയും ബിയും സിയും കൂടി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 4 പീസ് ഓഫ് വർക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഓഫ് എ, ബി ആൻഡ് സി, എഫിഷ്യൻസി ഓഫ് എ, ബി ആൻഡ് സി ഈസ് 4. അതുപോലെ തന്നെ ദ എഫിഷ്യൻസി ഓഫ് ബി ആൻഡ് സി ഈസ് 48 ഡിവൈഡഡ് ബൈ 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ബിയും സിയും കൂടി 16 ദിവസം കൊണ്ട് 48 പീസ് ഓഫ് വർക്കാണ് ചെയ്തതെങ്കിൽ ഒരു ദിവസം കൊണ്ട് 3 പീസ് ഓഫ് വർക്കായിരിക്കും ബിയും സിയും കൂടി ചെയ്യുക. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഓഫ് ബി ആൻഡ് സി ഈസ് 3. 48 ഡിവൈഡ് ബൈ 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും കൂടി എഫിഷ്യൻസി 4 ആണ്. ബിയുടെയും സിയുടെയും കൂടി എഫിഷ്യൻസി 3 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ മാത്രം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും കൂടി എഫിഷ്യൻസിയിൽ നിന്ന് ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കുറയ്ക്കുക. അതായത് 4ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1. എഫിഷ്യൻസി ഓഫ് എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ദിവസം കൊണ്ടാണ് എ ഒറ്റയ്ക്ക് 48 പീസ് ഓഫ് വർക്ക് ചെയ്ത് തീർക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് 48 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ, 48 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 48. അപ്പോൾ 48 ദിവസം കൊണ്ടാണ് എ ഒറ്റയ്ക്ക് ഈ 48 പീസ് ഓഫ് വർക്ക് ചെയ്തു തീർക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ.
താങ്ക് യു.